എന്താ അയലോക്കക്കാരനായിട്ട് പരിചയമില്ലെന്ന് പറയാൻ തുടങ്ങിയ? അതെ, പരിചയമുണ്ട്. നിന്ന നാളെയും കളി നീളും. നിക്കണ്ട, തങ്ങളിവിടെ ഉണ്ടാവല്ലോ. മാഷ് പൊയ്ക്കോണം. നമ്മടെ കുട്ടിയാ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ആ വരാട്ടോ. ആഹാ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടിക്കൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നോ? ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ. കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? ഓ, പുള്ളിക്ക് എല്ലാം കളിയാ. ആ മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാനിവിടെ ഇറങ്ങായി. അല്ല തങ്ങളെ മറ്റത് പറഞ്ഞ നേരാണോ? ജയകൃഷ്ണന്റെ കാര്യം മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാണ്. എന്തിനാ ഞാൻ ആ മനുഷ്യനെ പറ്റി നുണ പറയണേ? അല്ല, അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞത്? എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. മനസ്സിലായി. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതിയില്ലേ. കൊള്ളാം. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗണല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്നാ? തമ്പുരാൻ പിശുക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും. അതെങ്ങനെയാ? അതങ്ങനെ. മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. ഒറ്റ ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും അവരോട് ചോദിക്കുന്ന കാശ് മൂപ്പര് തന്നെ വന്ന് നേരിട്ട് എണ്ണി കൊടുക്കും. അവരൊറ്റയ്ക്കുള്ള രഹസ്യ വരവാ. അപ്പോ ആരെയും കാണാതെ തിരിച്ചു പോയി കളയും. അങ്ങോരുടെ കൈ നമ്മുടെ കാശ് കിടക്കുന്നതിന് ബാങ്കിൽ കിടക്കുന്നേക്കാൾ ഉറപ്പാ. അതുകൊണ്ട് എന്താ, ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലുകള്, മുന്തിയ ബാറുകള്, ടാക്സികള്, ബ്രോക്കർമാര് എല്ലാം പുള്ളിക്ക് എപ്പോഴും ഫ്രീയാ. ഇങ്ങനെ ചെന്നാൽ മാത്രം മതി. നാട്ടിൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ കേട്ടവരെ തല്ലും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോണേ? ഇതന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു എന്നുള്ള മൂപ്പർ എന്നോട് പറഞ്ഞതുകൊണ്ടാ. ശരിക്കും അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. 9 വീടുണ്ടെങ്കിൽ 9 ഗോളത്തിന്റെ 9 ദിക്കില്ല. അമ്മയ്ക്ക് അതറിയാം. അതല്ലേ നമ്മളെ തന്നെ പറഞ്ഞയച്ചത്. തെണ്ടിരാമികളെ രണ്ടും കൂടി പോയി തെണ്ടിക്കോട്ടെ എന്ന് കണക്കാക്കി കാണും. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടാ? ആരായതിപ്പോ? എന്താണ്ടാ ഇത് വേല കാണാൻ നിക്കണ പോലെ? ഈ മണ്ണാർത്തൊടിയിലെ വീട്? ഈ മണ്ണാർത്തൊടി എന്താ സംഗതി? എവിടുന്നാ? ഞങ്ങള് ടൗണിന്നാ. ആ തോന്നി. എന്താ ഇപ്പൊ മണ്ണാർത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാർത്തൊടി. അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ. ആ അതന്നെ. എങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, കണ്ടിട്ടുമുണ്ട്. കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ വഴിയില്ല.
പക്ഷേ അന്നത്തെ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. ആ പിന്നെ മാറാതെ എങ്ങനാ? ആട്ടെ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു. കഴിഞ്ഞോ? എവിടാ കക്ഷി? പുറത്താ. പുറത്തെന്ന് പറയുമ്പോ? സൗദിയില്. ഓ അപ്പൊ ആണ്ടിലൊരിക്കലാ കാണല്. ആ ഇപ്പൊ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കഷ്ടം തന്നെ അല്ലേ? ഞങ്ങള് ഒരു ക്ഷണനത്തിന് വന്നതാ. ക്ഷണനോ? എന്തിന്റെ? ഒരു സപ്തതിക്ക്. സപ്തതി എന്ന് പറയുമ്പോ 70 വയസ്സ് അതല്ലേ? കണ്ടിട്ട് അത്രയ്ക്ക് കൊണ്ട് തോന്നുന്നില്ലല്ലോ രണ്ടാൾക്കും. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് 70. ആരുടെ മുത്തശ്ശി? ഞങ്ങളുടെ രണ്ടാളുടെ. ഇത് രാധ, അച്ഛമ്മയുടെ മോള്, എന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോള്. ഞാനിപ്പോ ടൗണില് ഇവരുടെ ഒപ്പാ താമസിക്കണേ. എന്നാ ഇതിപ്പോ? 7th. അടുത്ത മാസം? ഈ മാസം ഇനിയിപ്പോ 7th ഇല്ലല്ലോ. ആ എനിക്ക് വരാൻ പറ്റില്ല. വേണമെന്നില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ ക്ഷണിക്കാൻ വന്നവരാ. മാലിനി ചേച്ചിയും ശ്രീദേവിക്കുട്ടിയും കാർത്തികത്തമ്മയൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും വരാണ്ടിരിക്കില്ല. അതെ, അവരെയൊക്കെ എങ്ങനെ അറിയാൻ തനിക്ക്? അതോ, മാലിനി ചേച്ചിയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് ഇല്ലേ കുഞ്ഞികൃഷ്ണേട്ടൻ? അതെ. കുഞ്ഞികൃഷ്ണേട്ടന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് KR പാരാത്ത്. KRന്റെ സിസ്റ്ററിനെ കെട്ടിരിക്കുന്നത് രാധയുടെ ഫാദറാ. അതായത് എന്റെ അമ്മയുടെ ചേട്ടൻ ഭാസ്കരൻ മാമ. അപ്പൊ തിരുവാർപ്പത്തെ അവിടുത്തെ. ഇപ്പഴാ ആളെ തിരിഞ്ഞത്. നിന്റെ ഒരു ചേട്ടനില്ലേ ഈ വാരികയിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കക്ഷി, മാധവൻ? ഉണ്ട്. അപ്പൊ നീ ഇവിടെ വന്നിട്ടുണ്ട്? ഉണ്ട്, വളരെ പണ്ട്. എന്ത് പെട്ടെന്ന് നീ പണ്ടാരം കയറി വളർന്നത്. ഇവളിവിടെ വരുമ്പോ ഒരു താക്കോലോളം ഉണ്ടായിരുന്നുള്ളൂ. മാധവന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറുമേലിരുന്ന് ഈ പാടവരമ്പത്തൂടെ വരുന്ന കാലത്ത് ഇവൾ ഈ ഗൗളിയുടെ മറ്റും കുഞ്ഞില്ലേ, അതും മാതിരി ഇരുന്നതാ. അപ്പോ വീട്ടിലേക്ക് വരില്ലേ? ആ നോക്കാം. ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാ മതി. ചെന്ന് കയറുന്ന നമ്മുടെ അടയ്ക്കാത്തോട്ടത്തിലാ. അവിടെ എത്തുമ്പോഴേക്ക് വീട് കാണാറാവും. നേരെ നടന്നോ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞ? രാധ. ആ രാധ. പിന്നെ വലിയ പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരെ കയറി എടി അവളെന്നൊക്കെ സംബോധന ചെയ്യുന്നത് എന്താ കുട്ടിയത്? പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വട്ടമോറിന്റെ ഒരു കൾച്ചർ? ഇക്കാ പെൺകുട്ടിയെ ഇഷ്ടായെന്നേ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചേടാ, എന്നാൽ അത് ആ കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കില് എങ്കിൽ ഞാൻ മെല്ലെ രഞ്ജിനിയോട് ചോദിക്കായിരുന്നു. രഞ്ജിനി അവളോട് വശമായിട്ട് തിരക്കാനല്ലോ. എന്തിനാ ഇപ്പൊ അങ്ങനെ വളഞ്ഞിട്ടൊരു മൂക്കേത്തുള്ളേ? എനിക്ക് അവളോട് നേരിട്ടാ പറഞ്ഞൂടെ? പറഞ്ഞാലെന്താ, ചാടിക്കടിക്കോ? എങ്ങനെ പറയാൻ പറ്റൂ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ അവരിവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അത് എന്റെ മിടുക്കൊന്നുമില്ലടാ പൊണ്ണ. ജസ്റ്റിസ് തമ്പുരാന്റെ മോനെന്നൊരു ഖ്യാതി ഉള്ളതുകൊണ്ടാ. അല്ലാണ്ട് പിന്നെ നിന്നെ കെട്ടാൻ ബുദ്ധിയും പരിഷ്കാരമുള്ളൊരു പെണ്ണ് തയ്യാറാവുന്ന ഒറ്റ ഓടി